നമുക്ക് ഇടുക്കിയിലേക്ക് പോവാം. തൊമ്മൻകുത്തിൽ നിന്ന് ജെയിൻ എസ് രാജു ഉണ്ട്. ജെയിൻ, ഇടുക്കിയിൽ ശക്തമായ കെടുതിയാണ് മഴ മൂലം ഉണ്ടായിരിക്കുന്നത്. എത്ര ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി? എവിടെയെങ്കിലും ആളപായമുണ്ടോ? തീർച്ചയായിട്ടും 3 ഇടങ്ങളിലാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ട്. പല വിവരങ്ങളും ഇപ്പോൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. 2 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊമ്മൻകുത്തിലാണ്. തൊമ്മൻകുത്ത് പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇതിപ്പോൾ ഒരു റോഡാണ്. ഈ റോഡ് കരിമണ്ണൂർ വഴി നേരെ തൊടുപുഴയ്ക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വലിയ മരങ്ങളൊക്കെ വീണ് അത് അവിടെ വെള്ളം മേളിലേക്ക് ഒഴുകുന്നുണ്ട്. ചപ്പാത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇവിടെ കഴിഞ്ഞ രാത്രി ഒരു കുടുംബം ഈ വീടിന് മുകളിൽ ഇരുന്നാണ് നേരം വെളുപ്പിച്ചത്, രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഈ സമീപത്തുള്ള ആളുകളുണ്ട്. ചേട്ടാ, ഇന്നലെ എപ്പോഴാണ് വെള്ളം കയറുന്നത്? വെള്ളം രാത്രി ഒരു 2 മണിയോടുകൂടി വെള്ളം ഇങ്ങോട്ട് കയറി. പാലം മൂടിയായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും മൊത്തം വെള്ളം കയറി. ഇവിടെ എന്തോരം വെള്ളം ഉണ്ടായിരുന്നു? നമ്മൾ മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ റോഡിന്റെ അങ്ങേറ്റം വരെ വെള്ളം കയറിയായിരുന്നു. ഈ വീടിന്റെ കുടുങ്ങിൽ പോയത് ആരൊക്കെയാണ്? അത് എൻ്റെ അമ്മയുടെ ചേട്ടത്തിയും അവരുടെ മകനുമാണ്. അവരൊരു രാത്രി മുഴുവനും ആ വാർക്കപ്പുറത്ത് കഴിച്ചു കൂട്ടുന്നു വന്നു. രാവിലെ ഫയർഫോഴ്സ് ഒരു 8:30 മണിയോടുകൂടി എത്തിയാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ചേട്ടൻ്റെ വീട് ഏതാ? ഇവിടെ എൻ്റെ വീട് ഈ വീടിൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ വീട്. ആ വീട്ടിൻ്റെ അകത്ത് ഒരു ജനലിൻ്റെ അത്രയും വെള്ളം കയറി. ജനലിൻ്റെ ഒപ്പം വെള്ളം കയറി. ഈ വീടിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ വെള്ളം കയറി ഒഴുകിപ്പോയി. അവർ ആ കോണിപ്പടി കയറി ആ വീടിൻ്റെ വാർക്കയുടെ മുകളിൽ കയറി ഇരുന്ന കാരണം അവർക്ക് രക്ഷപ്പെടാൻ പറ്റി. രാത്രി മുഴുവനും അവിടെ ഇരിക്കേണ്ടി വന്നു. രാവിലെയാണ് രക്ഷപ്പെടുത്തിയത്. ആ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ നേരത്തെ മാറിയായിരുന്നു. അവർ വെള്ളം ഇറങ്ങി പോകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നാ. വെള്ളം ഇറങ്ങി പോയില്ല. വെള്ളം കൂടി വരുവോ. നിങ്ങൾ എങ്ങോട്ടാ മാറി? ഞങ്ങൾ തൊട്ടപ്പുറം ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീടുണ്ട്, അങ്ങോട്ട് മാറി. ഇതിപ്പോൾ തൊമ്മൻകുത്ത് പുഴയാണ്. ഈ തൊമ്മൻകുത്ത് പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു കുടുംബം ഏതാണ്ട് 12 മണിക്കൂറോളം വീടിന് മുകളിലിരുന്നാണ് അവർ രാത്രി മുഴുവൻ കഴിച്ചത്. അതിനുശേഷം രാവിലെ ഫയർഫോഴ്സ് എത്തിയാണ് അവരെ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ അവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ ഇടങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ്. ഗതാഗത തടസ്സം പലയിടത്തുമുണ്ട്. പ്രധാനപ്പെട്ട പാതകളിലെല്ലാം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വലിയ ബ്ലോക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ദീർഘദൂര യാത്രകളും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുമായിട്ടുള്ള ആളുകളുടെ വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നു. വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാഗികമായി അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ് മലയോര മേഖലയിൽ ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൊമ്മൻകുത്തിൽ നിന്നാണ് ജെയിൻ വിവരങ്ങൾ നൽകുന്നത്.